കേരളത്തെ ആഗോള നൈപുണ്യ ഹബ്ബാക്കി മാറ്റാനുള്ള ബൃഹത് പദ്ധതി സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന് ഇന്ന് തുടക്കമാകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് കൊച്ചി ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുകയാണ് സ്കിൽ കേരളം ഗ്ലോബൽ സമ്മിറ്റ് 2025 സർക്കാർ ലക്ഷ്യമിടുന്നത്. 2025-26 അധ്യയന വർഷത്തിൽ 1 ലക്ഷം വിദ്യാർത്ഥികൾക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസം, തൊഴിൽ, ഭാവിയിലെ നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ആഗോളതലത്തിലുള്ള ചർച്ചകൾക്ക് അന്താരാഷ്ട്ര ഉച്ചകോടി വേദിയൊരുക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളിൽ 1 ലക്ഷം പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി ഉറപ്പുവരുത്താൻ അവരുടെ സ്കില്ല് അപ്സ്കില്ല് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആക്കുക, കസ്റ്റമൈസ് ചെയ്യുക, ഈ കാഴ്ചപ്പാടോടുകൂടി ഈ സമ്മിറ്റ് സംഘടിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥികൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നതെന്ന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ഓരോ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ സംരംഭകരുണ്ട്. പലരും വലിയ കമ്പനി മേധാവികളായിരിക്കും. അവർക്ക് അവരുടെ കമ്പനികളിലെ ഈ കോളേജിന് വേണ്ടി സമാഹരിക്കാൻ പറ്റും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയാകുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കർണാടക നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ശ്രീശരൺ പ്രകാശ് മുഖ്യാതിഥിയാകും. മന്ത്രിമാരായ പി രാജീവ്, വി ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഹൈബിയുടെ MP, കെ ജെ വിനോദ് MLA, മേയർ അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമാകും. മന്ത്രിമാരായ KN ബാലഗോപാൽ, MP രാജേഷ്, OR കേളു, മുതിർന്ന ഉദ്യോഗസ്ഥർ, കേരളത്തിലെ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സമ്മിറ്റിലെ വിവിധ ചർച്ചകളുടെ ഭാഗമാകും. 6 വേദികളിൽ 57 പാനലുകളിലായി 233 വിദഗ്ധർ പങ്കെടുക്കും. കേരളത്തിലെ 100-ലേറെ കോളേജുകൾ തങ്ങളുടെ നൈപുണ്യ വികസന പരിപാടിയെക്കുറിച്ചുള്ള മാതൃകകൾ അവതരിപ്പിക്കും. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഈ ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ഉച്ചകോടിയിൽ 2000 പേർ നേരിട്ടും 1 ലക്ഷം പേർ ഓൺലൈനായും പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി.